സ്റ്റാൻഡിങ് ഹിയർ ടുഡേ ആക്ച്വലി ഫീൽസ് ലൈക്ക് നല്ലൊരു ബുക്കിൻ്റെ അവസാനത്തെ പേജിൽ വന്ന് നിൽക്കും പോലെയാണ്. എന്ന് പറയുമ്പോൾ യെസ് ഫോർ ഷുവർ ഒരുപാട് ലെസൺസൊക്കെ പഠിപ്പിച്ച് തന്നൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ പഠിച്ച ഒരു സ്ഥലമാണ്. സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, ബട്ട് മോർ ദാൻ ദാറ്റ് ഒരുപാട് വാല്യൂസ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്പേസ് കൂടിയാണ് ഞങ്ങളുടെ കോളേജ്, ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് എന്ന് പറയുന്നത്. When I get graduated, like standing at this moment, I feel that the influence of a good teacher can never be erased. അത് എക്സാക്ട്ലി ആ എസെൻസ് എന്താണ് എന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ്. ടീച്ചറിൻ്റെ അടുത്ത് നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസിപ്ലിനാണ്. സോ നമ്മൾക്ക് ആദ്യം അത് അവർക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എ ടീച്ചർ ഷുഡ് ബി ഡിസിപ്ലിൻഡ് ഫസ്റ്റ്. നമ്മളെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്നത് നമ്മുടെ B.Ed ആണ്. ഓരോ വിദ്യാർത്ഥികളെയും തൊടുക എന്നുള്ളതാണല്ലോ ഒരു അധ്യാപകൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്. 40-50 വിദ്യാർത്ഥികളുടെ ഒരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്ന, പ്രത്യേകിച്ച് നമ്മൾ ട്രെയിൻ പീരീഡിലൊക്കെ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടുന്ന് പോയ ഓരോ വിദ്യാർത്ഥികളും ആരുടെ മുന്നിലും പതറില്ല എന്നുള്ളതായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് അതിനെ അവതരിപ്പിക്കുവാനും അതിനെ പ്രകടിപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇവിടുത്തെ ക്യാമ്പസും അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരെല്ലാവരും ലൈവായിരുന്നു. എല്ലാ പഠന പ്രവർത്തനങ്ങളും പഠ്യേതര പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തതോട് കൂടിയിട്ട് തന്നെയാണ് ടീച്ചർമാർ നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സൊക്കെ എല്ലാവർക്കും ഈ ഒരു നിമിഷം തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഏതെങ്കിലും ഒരു കുട്ടികൾ എന്നോടൊക്കെ വന്നിട്ട് ഏത് കോളേജിലാണ് ഞങ്ങൾ ചേരേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് തന്നെയായിരിക്കും ദേവകിയ. നിങ്ങളുടെ അധ്യാപകരാണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതെന്ന് പറയുമ്പം ഒരു ടീച്ചറാക്കുക എന്നതിന് ഉപരി ദാറ്റ് മെയ്ഡ് മീ എ ഹ്യൂമൻ. ലൈക്ക് ഇപ്പോൾ ഒരു ബിയോണ്ട് പ്രൊഫഷൻ ആയിട്ടാണ് ഇപ്പോൾ ടീച്ചിങ്ങിനെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലെസൺ പഠിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, വി ജസ്റ്റ് ഷെയർ വി ജസ്റ്റ് ഇൻസ്പയർ സ്റ്റുഡൻസ്. അതേപോലെ തന്നെ വി ജസ്റ്റ് കണക്ട് വിത്ത് ദ ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ വിത്തൗട്ട് നോയിങ് അബൌട്ട് ദാറ്റ്. ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദം ആൻഡ് ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ. ഇവിടുത്തെ ഒരു കുട്ടിയായിരുന്നു ദേവകിയമ്മേൻ്റെ പ്രോഡക്റ്റായിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് എന്നറിയുമ്പം. ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഞാനല്ല ഇന്ന് 2 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴുള്ള ഞാൻ. ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് സ്കിൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോഫ്റ്റ് സ്കിൽസിലൂടെ, അതുപോലെ തന്നെ ടീച്ചിങ് സ്കിൽസ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് ഒരുപാട് സഹായമായിട്ടുള്ള എൻ്റെ ഈ കലാലയത്തിനോട് ഹൃദയത്തിൽ നിന്നും ഇവിടുത്തെ മെൻറ്റേഴ്സിനോടും മാനേജ്മെൻറ്റിനോടും നമ്മളോട് കാണിച്ചിട്ടുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റിനോടും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് സോ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ വിച്ച് ക്രിയേറ്റ്സ് അതർ പ്രൊഫഷൻസ് എന്ന് പറയും. സോ വി ആർ ആക്ച്വലി പ്രൗഡ്ലി എന്ന് പറയാം, വി ആർ പ്രൗഡ്ലി സ്റ്റെപ്പിംഗ് ഇൻ ടു ദിസ് നോബിൾ പാത്ത്. അപ്പോൾ അതിന്
വളരെയധികം സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സും ഫ്രണ്ട്സിനും മൊത്തം ഞങ്ങളുടെ കോളേജ് ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിന് താങ്ക് യു.